ജർമ്മനിയിൽ നിന്ന് വന്നൊരു ട്രാവലർ ചങ്ങനാശ്ശേരിയിൽ നിന്ന് മൂന്നാർക്ക് പോകാൻ നമ്മുടെ അറിയാമല്ലോ, നമ്മുടെ KSRTC സ്റ്റാൻഡ് ഒക്കെ ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും പറ്റുമോ? പൈസയും കൊടുക്കണം, നാറ്റവും സഹിക്കണം. അതുപോലെ തന്നെ പല മൂലയിലും ഒരു സൈഡിലൊക്കെ ആയിട്ടുള്ള പേസ്റ്റ് കൂട്ടിയിട്ടിരിക്കും. കേരളം നമ്പർ 1 ആണ്, നമ്പർ 1 മറക്കല്ലോ. ഈ നമ്പർ 1 കേരളത്തിലെ നാറ്റം പലപ്പോഴും നമുക്ക് അസ്വസ്ഥതപ്പെടും. പക്ഷെ നമ്മൾ അസ്വസ്ഥത സഹിച്ച് സഞ്ചരിക്കുക. എന്ത് ചെയ്യാൻ വേണ്ടിയാ? ആരോട് പോയി പറയും? ഇപ്പം നമ്മളത് പറയാൻ പോയാൽ നമുക്കേറെ വിമർശനമായ സംസ്ഥാന അധികാരിയുടെ ആൾക്കാർ തെറി പറയും, തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കും. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മാതൃകാപരമായ രക്ഷാപ്രവർത്തനം തന്നെ നമുക്കെതിരെ വരും. പക്ഷേ ഇവിടെ ഈ വന്ന വ്ളോഗർ ജർമ്മൻകാരനാണ്. അയാൾ ഇതെടുത്ത് ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലോട്ട് അങ്ങേട്ട് ഇതിപ്പം നമുക്ക് തന്നെ നാണം കടായി. നമ്പർ 1 കേരളം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നമ്പർ 1 തന്നെയാണോ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ തള്ളിക്കളയാം. ഒറ്റപ്പെട്ട സംഭവം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു സൈഡിലോട്ടങ്ങ് ചേർക്കാം. ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ ഒറ്റപ്പെടാത്ത സംഭവമാണോ എന്നൊക്കെ പൊതുജനം തീരുമാനിക്കും. അണികൾ, ആരാധകർ, ഭക്തർ അവരെ സംബന്ധിച്ച് ഇത് നല്ലതാണ്. ഗുഡ്, കേരളം നമ്പർ 1. പിന്നെ നമ്മളെപ്പോഴുള്ളവർക്ക് ഗതികേട് കൊണ്ട് നമ്മളൊന്നും മിണ്ടുന്നില്ല. പക്ഷേ ഒരു വിദേശി ഇവിടെ വരുമ്പം അവർക്ക് കേരളം നമ്പർ 1 ആകണമെന്നില്ല. ഇതൊക്കെ കാണുമ്പം അവരാലോചിക്കും, ഇതെന്ത് സ്വാഭാവികം. നമ്മളാണല്ലോ മറ്റൊരു സ്ഥലത്ത്, അല്ലെ നമ്മുടെ മറ്റൊരു സ്റ്റേറ്റ് ചെല്ലുമ്പോൾ ഇത് കാണുമ്പം നമുക്ക് തോന്നത്തില്ലേ, ഇവിടന്മാരൊക്കെ എന്തായി കാണിക്കുന്നത്? അതുപോലെ തന്നെ അവർക്കും തോന്നും. അവരവരുടേതായ ഭാഷയിൽ അവർ അത് പ്രതികരിക്കും. ഇയാൾ വേണ്ടി വന്ന് ആ വേസ്റ്റൊക്കെ അവിടെ നിന്ന് മാറാൻ വേണ്ടി പലപ്പോഴും കേരളം വിസിറ്റ് ചെയ്യുന്ന ഫോറിനേഴ്സ് ഫോർട്ട് കൊച്ചിയിലൊക്കെ കൂടി കിടക്കുന്ന സ്റ്റപ്പ് അവരൊക്കെ എടുത്തവർ മാറ്റുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മുടെ അധികാരികൾ പലതും കണ്ടില്ല എന്ന് നടിക്കാറുണ്ട്. പിന്നെ അവരതിനുള്ള ന്യായീകരണങ്ങളും കണ്ടുപിടിക്കും. ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവമാണ്. നമ്മുടെ നാടൊന്ന് വൃത്തിയാകണ്ടേ? ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പം കേരളം എന്ത് ബെറ്ററാന്ന് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ അവർ സംസാരിക്കുന്നത്. ആ സമയത്ത് അവർക്ക് അമേരിക്കയില്ല. അല്ലെന്നുണ്ടെങ്കിൽ അമേരിക്കയായിട്ടായിരിക്കും കമ്പയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന അധികാരികൾ. ബഹുമാനപ്പെട്ട സംസ്ഥാന അധികാരികളൊക്കെ മനസ്സിലാക്കേണ്ടത് വൃത്തി എന്ന് പറയുന്നത് അമേരിക്കയായിട്ടോ കമ്പയർ ചെയ്യട്ടോ ഒന്നുമല്ല. നമ്മൾ എന്നും കുളിക്കാറുണ്ടോ? നമ്മളെ വീട് വൃത്തിയാക്കാറുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ പരിസരം വൃത്തിയാക്കണം. ഇവിടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയൊക്കെ ഉണ്ടല്ലോ. അവിടെയൊക്കെയുള്ള തസ്തികയിരിക്കുന്ന ആൾക്കാർ, ക്ലീനിങ് സെക്ഷനിൽ ഇരിക്കുന്ന ആൾക്കാർ, അവരൊക്കെ പിന്നെ എന്നെ കാണാനിരിക്കുന്നവരാണ്. അവർക്കൊക്കെ എന്താണ് പണി അവിടെ? ഇതിനെക്കുറിച്ച് ആരും അന്വേഷിക്കാറുണ്ട്. രാഷ്ട്രീയം കളിച്ച് നടക്കാൻ വേണ്ടി, യൂണിയൻ കളിച്ച് നടക്കാനല്ലാതെ അവരുടെ പണികൾ എടുക്കുന്നുണ്ടോ? അവരുടെ പണി എടുക്കാത്തതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ ഈ ജർമ്മൻ വ്ളോഗർ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇട്ട് നമ്മൾ കേരളത്തിൽ നമ്പർ 1 കേരളത്തിലുള്ള എല്ലാവരും നാറുന്നത്. ആ വീഡിയോ പൊതുസമൂഹം കാണുമ്പം, കേരളത്തിന് പുറത്ത് അല്ല ഇന്ത്യക്ക് പുറത്ത് ഒക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ കാണുമ്പം അയ്യേ ഇവിടെ എന്താ, ഇതാണോ ദൈവത്തിൻ്റെ സ്വന്തം നാട്? നമ്മൾ എപ്പോഴും പറയാറുണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട്, ദൈവത്തിൻ്റെ സ്വന്തം നാട്, കേരളം നമ്പർ 1 എന്നൊക്കെ എപ്പോഴും പറയുമ്പം അവർ മാറി നിന്ന് ചിരിക്കും, പുച്ഛിക്കും. അപ്പോഴും നമുക്ക് വേണേൽ പറയാം ഒറ്റപ്പെട്ട സംഭവമാണിത്. ഇത് വേണമെന്നുണ്ട് അന്താരാഷ്ട്ര ശക്തികളുടെ കടന്നുകയറ്റാൻ നമുക്ക് വേണേൽ പറയാം. മൂന്നാറിലേക്ക് ഉള്ളൊരു യാത്രയ്ക്കായി ബുക്ക് ചെയ്ത ബസ് അന്വേഷണം ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിലും പരിസരങ്ങളിലുമൊക്കെ ഒരു വിനോദസഞ്ചാരി എത്തി. ആ ബ്ലോഗ് ഇതിനോട് ആളുകൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവസാനം അദ്ദേഹം ബ്ലോഗാക്കി സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായി. ജർമ്മൻ ബ്ലോഗറായ അലക്സാണ്ടറാണ് കേരളത്തിലെ കുഴപ്പം പിടിച്ച ബസ് യാത്രയുടെ അനുഭവം പങ്കുവച്ചത്. അത് മാത്രമല്ല പ്രശ്നം, ഈ ചങ്ങനാശ്ശേരി കേൾക്കുമ്പോൾ നല്ല പേരൊക്കെയല്ല, ചങ്ങനാശ്ശേരി സുന്ദരമാണ്. പക്ഷേ അവിടെ അത്ര സുന്ദരമായ നിലയിലല്ല, മാലിന്യമൊക്കെ പലയിടത്തും കുഞ്ഞുകൂടി കിടക്കുകയാണ്. അതൊക്കെ ഈ ബസ് സ്റ്റോപ്പിന്റെ ഒക്കെ ദൃശ്യങ്ങളൊക്കെ അദ്ദേഹം ബ്ലോഗിലൂടെ പങ്കുവച്ചത് നമുക്ക് സത്യം പറഞ്ഞാൽ നടക്കേടായി. Local bus trip in India today. We're running a bit late. According to Google, this is our bus station here, but I don't think it's the right spot. ജർമ്മനിയിലെ വിനോദസഞ്ചാരിയും ബ്ലോഗറുമായ അലക്സാണ്ടർ വെൽഡർ ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയിരുന്നു. അദ്ദേഹം കേരളത്തിലെത്തിയപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്നും ഒരു മൂന്നാറിലേക്കുള്ള യാത്രയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പക്ഷേ അദ്ദേഹം വളരെയേറെ പണിപ്പെട്ട് വന്നതാണ് ആ യാത്രയ്ക്ക് വേണ്ടി ഒരു കുഴപ്പം പിടിച്ച ബസ് യാത്ര എന്ന ഒരു അടിക്കുറിപ്പോട് കൂടി ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവച്ചത്. അത് ഈ പറയുന്ന സ്ഥലത്ത് നിന്നാണ്. Okay, we found the actual entrance, but it looks a bit abandoned. Hello, sir. We booked the bus to Munaf. There's no bus from here? Where's the bus that goes to Munaf?
Okay, we need to find the right bus station. It was a fail. We booked on the red bus online, but they don't show any pickup location, nothing, and the contact number is not working. ഇവിടുത്തെ ഈ സ്ഥലം, അതായത് ഇവിടെ നിറച്ച് ചപ്പും ചവറും വേസ്റ്റും ഒക്കെ കിടക്കുന്നതൊക്കെ അദ്ദേഹത്തിന്റെ ആ വീഡിയോയിൽ കാണാം. പക്ഷേ അത് ചങ്ങനാശ്ശേരി നഗരസഭയ്ക്ക് വലിയൊരു നാണക്കേടായിട്ടുണ്ട്. നിലവിൽ നമ്മൾ ഈ സ്ഥലമാണെന്ന് മനസ്സിലാക്കിയത് തൊട്ടപ്പുറത്ത് മുകളിൽ നമുക്കൊരു ഷൈമാൾ കാണാം. അദ്ദേഹം പങ്കുവയ്ക്കുന്ന ആ വീഡിയോയിലും ആ ഷൈമാൾ എടുത്ത് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പിന്നീട് ഇവിടെ നിന്ന് തൊട്ടിപ്പുറത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്കാണ് വരുന്നത്. ഇവിടെ നിറയെ ആളുകളുണ്ടായിരുന്നു. അദ്ദേഹം പലരോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹമായിട്ടുള്ള ഭാഷ മനസ്സിലാക്കാത്ത ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു പ്രായമായ മനുഷ്യനാണ് അലക്സാണ്ടർ വെള്ളർക്ക് പിന്നീട് മൂന്നാറിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നത്. This one there? Yeah. Okay, thank you so much for your help. Thank you. Okay, to Munnar, let's go. Okay. Finally made it to the bus. The people in Kerala are so friendly and helpful. The guy just checked the ticket for 1 second and said it's okay. And it's a $2 ticket for 4.5 hours. Crazy, guys. And no AC needed because the windows are open. ഈ പ്രദേശങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ ഈ പറയുന്ന ഈ സ്ഥലമൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പക്ഷേ അതെപ്പോഴും അങ്ങനെ കൊണ്ടു നടക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നതാണ്. പക്ഷേ അതായിരിക്കാം രാവിലെയോടുകൂടി ആയിരിക്കാം പക്ഷേ ഈ അദ്ദേഹം വന്നത്. എന്തായാലും അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ വളരെ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്നും ജോബിൻ തേക്കടിക്കൊപ്പം ശ്യാമ സൗതമൻ, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. അതായത് അദ്ദേഹം അവസാനമായിട്ട് പിന്നെ പറയുന്നുണ്ട് ഇന്ത്യ കേരളക്കാർ നല്ല ഫ്രണ്ട്ലി ആണെന്നൊക്കെ പറയുന്നത് നമുക്ക് പിടിച്ചേക്കാം. പക്ഷേ ഈ മാലിന്യമിടൽ നമ്മുടെ നാട്ടിലെ എത്ര ആളുകൾ പറഞ്ഞാലും നന്നാവില്ല എന്ന് പറയുന്നത് ഈ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നതിനൊക്കെ കൃത്യമായി ഓരോ സ്ഥലങ്ങൾ ഒരു സ്ഥലം നിജപ്പെടുത്തി കൊടുത്താൽ നല്ലതാണ്. ഇത് കിട്ടുന്ന മതിലും അല്ലെങ്കിൽ പോസ്റ്റ് ഒക്കെ കയറി എന്ത് പോസ്റ്റ് ഒട്ടിക്കുന്ന ഒരു രീതിയുണ്ട്. ഒരു പുതിയ മതിൽ കണ്ടാൽ ഉടനടി അവിടെ എന്തെങ്കിലും പറയും. അപ്പോൾ അതിനൊക്കെ ഒരു സംവിധാനം ഉണ്ടാക്കേണ്ട ആവശ്യമാണ്. പക്ഷേ നാണക്കേട് കൊണ്ടാണെങ്കിൽ ഇപ്പോൾ ശ്യാം ചെന്നപ്പോൾ അവിടുത്തെ വേസ്റ്റ് ഒക്കെ മാറ്റിയത് അല്പം ആശ്വാസം. അത് അങ്ങനെ തന്നെ തുടരട്ടെ. അത് 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും കുപ്പത്തൊട്ടിയായി മാറുന്നു. എന്തായാലും അലക്സാണ്ടറിന്റെ വ്ലോഗ് ആകെ നാണക്കേടാക്കിയിരിക്കുകയാണ്. അതും ചങ്ങനാശ്ശേരി നഗരസഭയ്ക്ക്. കാരണം ആ നഗരസഭയ്ക്ക് മുന്നിലെ ആ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ ആളുകളെ കുറിച്ച് അദ്ദേഹത്തിന് നല്ല അഭിപ്രായമാണ്. കാരണം ഈ മൂന്നാറിലേക്ക് പോകാൻ വേണ്ടിയുള്ള യാത്ര എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ എവിടെ നിന്ന് ബസ് കിട്ടും ഈ കാര്യമൊക്കെ പങ്കുവെക്കുകയും നാട്ടുകാർക്ക് പങ്കുവെക്കുകയും ചെയ്തു. ആ സമയം അവിടെ ഉണ്ടായിരുന്ന ചേട്ടനാണ് അങ്ങനെ ഒരു ബസ് കാണിച്ചു കൊടുക്കുകയും അതിൽ കയറ്റി വിടുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ആ ബസ്സിലെ യാത്രയും അദ്ദേഹത്തിന് അത്ര സുഖകരമായിട്ടല്ല തോന്നിയത്. പക്ഷേ നമ്മുടെ നാടൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുകയും മറ്റുമൊക്കെ ചെയ്തു. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വിദേശികളും മറ്റുമൊക്കെ ഒരുപാട് പേർ കേരളത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം നാളായ കേരളത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ആ ദൃശ്യങ്ങളിലെ ആ ഒരു അഴുക്ക് പിടിച്ച ആ ഒരു ഇടം, അതായത് മാലിന്യങ്ങൾ റോട്ടിൽ കൂമ്പാരമായിട്ട് വലിച്ചെറിയുന്ന ആ ഒരു ശീലം, ഒരുപക്ഷെ അതൊക്കെ കാണുമ്പോൾ അവർക്ക് എന്ന് വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ടെന്നാണ്. എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ വ്ലോഗ് അലക്സാണ്ടർ ചെയ്തതിന് പിന്നാലെ അത് നഗരസഭ ആ പ്രദേശം മൊത്തം ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഞങ്ങളിന്ന് ചെല്ലുമ്പോഴും അവിടെ അത്തരത്തിൽ വേസ്റ്റും കാര്യങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ലായിരുന്നു. പക്ഷേ എന്തായാലും അലക്സാണ്ടർ വേണ്ടി വന്നു അവിടുത്തെ ആ ഒരു മാലിന്യം നീക്കം ചെയ്യാൻ എന്നതാണ്. ഇത് ഒരുപാട് വിദേശികളും മറ്റുമൊക്കെ കാണുന്നതാണ്. കാരണം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇവർ ഇത്തരത്തിൽ കേരളത്തിലെ റീലുകളും മറ്റുമൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ പക്ഷേ ഇത് ആദ്യമായിട്ട് വരികയും അത് അവരങ്ങനെ കാണാനും ഒക്കെ ഇടയാകും. നിലവിൽ മൂന്നാറിലേക്കാണ് അലക്സാണ്ടർ പോകാനെത്തിയത്. ഈ 2 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ ചങ്ങനാശ്ശേരിയിൽ എത്തിയതും തുടർന്ന് KSRTC സ്റ്റാൻഡിൽ കയറി വഴി ചോദിക്കുകയും ബസ് എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ തിരക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ആരും അദ്ദേഹത്തോട് മോശമായിട്ട് പെരുമാറിയില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ കണ്ട ഒരു മോശപ്പെട്ട ഒരു അവസ്ഥ, അതോടൊപ്പം തന്നെ ഈ വാഹനത്തിലെ യാത്രയും റോഡിന്റെ പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കാം അങ്ങനെ ഒരു ടാഗ്ലൈൻ അദ്ദേഹം ആ ഒരു ബ്ലോഗിൽ കൊടുക്കാൻ. അവിടെയൊക്കെ പ്രത്യേകം സൂക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ ബ്ലോഗ് കാരണമെങ്കിൽ അത് സന്തോഷം. അദ്ദേഹം മാത്രമല്ല, ഇതിന് മുമ്പൊക്കെ പല വിദേശികളും ഈ കോളത്തടക്കമുള്ള ഈ മാലിന്യ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതിനോടൊപ്പം പറയാവുന്ന ഒരു കാര്യം, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട KSRTC ബസ് സ്റ്റാൻഡ്, സ്ഥലം പറയുന്നില്ല, ഞാൻ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല, അവിടെ AC വെയിറ്റിംഗ് റൂം സജ്ജമാക്കിയിട്ട്. അപ്പോൾ അതിന് മുമ്പിൽ ഒരാൾ ഇതിന് പൈസ വാങ്ങാനൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം പേപ്പർ ചുരുട്ടി നേരെ ഫ്രണ്ടിലേക്ക് എറിയണം. ബസ്സുകൾ നിൽക്കുന്ന സ്ഥലമാണ്. ഇതൊക്കെ നോക്കി നടത്തേണ്ടവർ തന്നെ എന്തും ചുരുട്ടി നിലത്തേക്ക് എറിയുന്ന ശീലമാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പണിത് വെച്ചാലും AC വെച്ചാലും കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ വൃത്തി എന്നത് എല്ലാവരും ബേസിക്കായിട്ട് പാലിക്കേണ്ട കാര്യം. ഇല്ലെങ്കിൽ ഇതൊക്കെ വിദേശത്തുനിന്ന് വരുന്നവർ പറഞ്ഞാൽ നമ്മൾ ചങ്ങനാശ്ശേരി നഗരസഭയെ സംബന്ധിച്ച് ഇത് ഭയങ്കര നാണംകേടായി പോയി. അവർ ക്ലീൻ ചെയ്തു, അത് വേറെ കാര്യം. ഇത്രയും ക്ലീനിങ് സ്റ്റാഫിൻ്റെ അവരൊക്കെ തോന്നുന്ന സമയത്ത് വന്നെടുക്കുന്ന പ്രവണത പലപ്പോഴും കണ്ടിട്ടുണ്ട്. എല്ലാവരും മോശക്കാരെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ പലരും യൂണിയൻ കളിച്ചും സൗകര്യമുള്ളപ്പം ചെയ്യുന്ന ആറ്റിറ്റ്യൂഡൊക്കെയാണ് പല ആൾക്കാരുടെയും. ഇതിപ്പം മൊത്തം നാടൻ കേടായില്ല നമുക്കെല്ലാവർക്കും. പിന്നെ നമ്മളെപ്പോലുള്ള ഓരോ പൗരന്മാരും നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതാണ് ഈ വേസ്റ്റ് പ്രോപ്പറായിട്ട് ഇടേണ്ട ഒരു സ്ഥലമുണ്ട്. അവിടെ തന്നെ ഇടാൻ നമ്മൾ പറയും. നമ്മൾ വഴിയെ പോകുന്നിടത്തൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് മിഠായി പൊട്ടിച്ച് മിഠായിയുടെ കവറെടുത്ത് എറിയുക. നമ്മൾ ചിലപ്പോൾ നമ്മളൊക്കെ ശീലിച്ചിരിക്കുന്നതാണ്. സിഗരറ്റിൻ്റെ പാക്കറ്റിൽ പൊട്ടിച്ചിടുക, ചിപ്സൊക്കെ പൊട്ടിച്ച് കടിച്ച് പറിച്ച് ബാക്കിയിട്ട്. മറ്റൊരു പ്രശ്നം വരുന്നത് ഈ വേസ്റ്റ് ഇടാൻ വേണ്ടിയുള്ള ബിൻ, അത് അത്യാവശ്യം എല്ലായിടത്തും വെക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യമൊക്കെ. വളരെ പണ്ടേ വരേണ്ട സമയം കഴിഞ്ഞ് പബ്ലിക് ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ ഈ നെറ്റിലുള്ള യൂസ് മീ എന്നുകൊണ്ട് പഞ്ചായത്തിൻ്റെയൊക്കെ കാണാം. ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം ഇന്നും അത് കടന്ന ബുദ്ധിമുട്ട്, വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഗതാഗത മിനിസ്റ്റർ ഒരുപാട് വാഹനങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് നമുക്ക് വേണ്ടി. പക്ഷേ ബാത്റൂമിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ഇതൊക്കെ എന്നാ നമ്മൾ പഠിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുകൊണ്ട് 2 എണ്ണം ഉണ്ട്. ഇപ്പം നമ്മൾ യാത്ര പോകുന്ന വഴിക്ക് പെട്രോൾ പമ്പിൽ കയറി ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. പെട്രോൾ പമ്പിൽ എല്ലായിടത്തും നീറ്റ് ആൻഡ് ക്ലീൻ അല്ല ഒന്നാമത്തെ കാര്യം. പെയ്ഡ് ആയിട്ടുള്ള ബാത്റൂംസ് വെക്കുക. ആൾക്കാർ പൈസ കൊടുക്കാൻ തയ്യാറാന്നേ. വൃത്തിയുള്ളൊരു ബാത്റൂമിൽ കയറി മൂത്രം ഒഴിക്കാനും മലവിസർജനം നടത്താൻ വേണ്ടിയൊക്കെയുള്ളൊരു സൗകര്യം നമ്മുടെ നാട്ടിലില്ല. ഈ കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ പലയിടത്തും അവസ്ഥയാണ്. അത് യാത്ര ചെയ്യുന്നവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുള്ളൂ. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു. എന്നാ നമ്മളൊക്കെ മാറുക? 2025 ജീവിക്കുമ്പോഴും ഒരു പ്രോപ്പറായിട്ട് വേസ്റ്റ് മാനേജ്മെൻ്റ് ഇല്ല, ഒരു ബാത്റൂം ഇല്ല. വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിൽ ബാത്റൂം കാണും, വേസ്റ്റ് ഇടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്തോട്ട് ഇറങ്ങാം. നമ്മളെപ്പോഴും ഫുൾ ടൈം വീട്ടിലാണ് അവതരിക്കുന്നത്, അല്ലല്ലോ. ഇതൊക്കെ അധികാരികൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ
അധികാരികളൊക്കെ എപ്പം നോക്കിയാലും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ആൾക്കാരാണല്ലോ. അവരിതൊന്നും കാണുന്നില്ലേ? നമ്മളെപ്പോഴല്ലോ വർഷത്തിൽ എത്ര നാൾ അവർ പോകുന്നുണ്ട്? ഗൾഫ് കൺട്രീസ് പോകുന്നുണ്ട്, യൂറോപ്യൻ കൺട്രീസ് പോകുന്നുണ്ട്. എന്നിട്ടൊന്നും ഇതൊന്നും പഠിക്കുന്നില്ലേ? ഇവർ പിന്നെ എന്നാ പഠനം നടത്താൻ അവിടെ പോകുന്നത്? KSRTC ഒരുപാട് മാറുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ബാത്റൂമിൽ പോകാൻ വേണ്ടി ഒരു സൗകര്യം ഈ KSRTC സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും പല ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ 2 വർഷം കഴിയുമ്പോൾ ആ ബിൽഡിങ്ങിന്റെ അവിടെ പ്രശ്നമായിരിക്കും, ഇവിടെ പ്രശ്നമായിരിക്കും, അത് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. പല ബസ് സ്റ്റാൻഡിലെയും ഇതൊക്കെ എന്താ ഇവരൊക്കെ ചെയ്യുന്നത്? ഇവർ ആർക്കൊക്കെയാണ് കോൺട്രാക്ട്, എന്തിനാണ് കോൺട്രാക്ട് കൊടുക്കുന്നത്? ആരെ ബോധ്യപ്പെടുത്താനാണ് ഈ കോൺട്രാക്ട് കൊടുക്കുന്നത്? നമ്മൾ നമ്പർ വൺ എപ്പോഴും പറഞ്ഞിട്ട് കാര്യമില്ല. ഏക്കാലും പുള്ളി കേരളത്തിലെ മനുഷ്യരെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. മൂന്നാറോട്ട് നമുക്കറിയാം, KSRTC മൂന്നാറ് വരെ പോകണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ചൂട്, അതിങ്ങനെ കുലുങ്ങി ആടി തന്നെ ആ മൊട്ട ടയറും വെച്ചോട്ടല്ലേ പോകുന്നത്. ഇപ്പോൾ പുതിയ ഇറങ്ങിയ KSRTC ബസ്സുകളൊക്കെയാണ് കുറച്ചുകൂടി നല്ല. പുറത്തു നിർത്തും വരേണ്ട വന്ന് എൻ്റെ വേസ്റ്റ് എടുത്ത് മാറ്റേണ്ട ഗതികേട് വന്നു പറയുമ്പോൾ നമുക്ക് എന്ത് നമ്പർ 1 ആയ കേരളം? ദൈവത്തിൻ്റെ സ്വന്തം നാടൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പം എന്നെ വന്ന് തെറിഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളും കാണുന്ന കാര്യങ്ങൾ, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്, നാട്ടിൽ കേൾക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്കിത് മതിയായിരിക്കും. കാരണം നിങ്ങളുടെ അധികാരികളെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. നിങ്ങൾക്കത് മതിയായിരിക്കും. നോ പ്രോബ്ലം. നിങ്ങൾ ക്യാപ്സൂൾ കഴിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇത് കിട്ടുന്നു, നിങ്ങൾക്ക് കുഴപ്പമില്ല. എല്ലാവരും ഈ പറയുന്ന അധികാരികളുടെ അണികളും ആരാധകരും ഭക്തരും അല്ല. ഞങ്ങൾ ഈ പറഞ്ഞ ഓരോ വ്യക്തികളും ഇതിട്ട് കൊടുത്തിട്ടാണ് അധികാരത്തിൽ വരുന്നത്. നിങ്ങൾ മാത്രമല്ല ഇതിട്ട് കൊടുക്കുന്നത്. ഇപ്പം അതായത് പാർട്ടിക്കാരുടെ അണികളും ആരാധക ഭക്തരും മാത്രം ഇട്ട് കൊടുത്താൽ മാത്രം ഒരു അധികാരത്തിൽ വരുമോ? ഇല്ല. പൊതുജനം അവർ ഇട്ട് കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ അവർക്കത് പറയാനുള്ള റൈറ്റ് ഉണ്ട്. നമ്മളെല്ലാവരും ടാക്സ് അടയ്ക്കുന്നവരാണ്. നിങ്ങളും അടയ്ക്കുന്നുണ്ട്, ഞാനും അടയ്ക്കുന്നുണ്ട്, എല്ലാവരും ടാക്സ് അടയ്ക്കുന്നത്. അപ്പോൾ പറയാനുള്ള റൈറ്റ് ഉണ്ട്. ഇതൊക്കെ എന്താണ് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവം, മാതൃകാപരമായ രക്ഷാപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ട് കാര്യമില്ല. ഇന്നിപ്പം ഒരു ഫോറിനർ വേണ്ട വന്ന് നമ്മുടെ ഇവിടുത്തെ നാണംകേടായില്ലേ? അയാൾ പിന്നെ നാട്ടിലുള്ള ജനത്തെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ട് അത്രയെല്ലാം സമാധാനിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.